നമസ്കാരം. സ്വന്തം നാട്ടുകാരുടെ മേൽ ബോംബിടുക, 30 സാധാരണക്കാർ തൽക്ഷണം കൊല്ലപ്പെടുക. പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ബോംബാക്രമണം അമ്പരപ്പിക്കുന്നതാണ്. എന്നാൽ പാക് ഭരണകൂടത്തിന് അവരുടേതായ ന്യായങ്ങളുണ്ട് താനും. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് തിറ താഴ്വരയിലെ മത്രേ ദാറ ഗ്രാമത്തിൽ ആക്രമണം നടന്നത്. പാകിസ്ഥാന്റെ ചൈന നിർമ്മിത J-17 യുദ്ധവിമാനങ്ങൾ 8 LS-6 ബോംബുകൾ വർഷിച്ചതായും ഇതിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും നശിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണ ഗ്രാമവാസികളാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. മുൻപും ഖൈബർ പഷ്തൂൺഖ്വയിൽ ഭീകരവിരുദ്ധ നീക്കങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഡ്രോൺ ആക്രമണങ്ങളും ഈ മേഖലയിൽ നടന്നിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവനോടുള്ള അവഗണനയാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ നേരത്തെ ആരോപിച്ചിരുന്നു. കൂട്ടക്കൊല ഖൈബർ പഷ്തൂൺഖ്വ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മേഖലയിൽ സമീപ കാലത്തായി ഇവിടെ ഭീകരാക്രമണങ്ങളും പെരുകിയിരിക്കുകയാണ്. അതിനിടെയാണ് സർക്കാർ വക ബോംബ് വർഷം. കഴിഞ്ഞ ആഴ്ച പ്രവിശ്യയിലെ സ്വാത് താഴ്വരയിലെ മിങ്കോറ നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ വിദ്വേഷത്തിന്റെ വിത്തുകളാണ് പാകിയിരിക്കുന്നതെന്ന് പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി തെഹ്രിക്ക് ഇൻസാഫ് വിമർശിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയിലെ ഭീകരവിരുദ്ധ നടപടികളെയും ഇന്റലിജൻസിന്റെയും നിലവാരത്തെക്കുറിച്ചും സംഭവം ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരെ മറയാക്കി ഭീകരർ പ്രവിശ്യയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോംബാക്രമണമെന്ന് പാക് സേന അവകാശപ്പെട്ടു. എന്നാൽ സംഗതി പാളിപ്പോയി എന്നാണ് സാധാരണക്കാരുടെ മരണസംഖ്യയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ കഴിവുകേടിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഖൈബർ പ്രവിശ്യയിലെ കട്ലാങ് പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ 10 സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോഴും ഭീകരർ സാധാരണക്കാരെ മറയാക്കുന്നു എന്ന ന്യായവാദമാണ് സർക്കാർ പറഞ്ഞത്. വിദൂര മലമ്പ്രദേശമായ ഖൈബർ പഷ്തൂൺഖ്വയിലെ ഭീകര സാന്നിധ്യം പാകിസ്ഥാനിലെ സർക്കാരുകളുടെ ദീർഘനാളായ തലവേദനയാണ്. ഈ മേഖലയുടെ നിയന്ത്രണം വരുതിയിലാക്കാനാണ് ശ്രമം. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് താലിബാന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് പാക് സേന ലക്ഷ്യമിട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന് അഫ്ഗാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് പാക് ഭരണകൂടം ആരോപിക്കുന്നുണ്ടെങ്കിലും കാബൂൾ അത് തള്ളിക്കളയുകയാണ്. ആക്രമണം നിയന്ത്രിക്കാൻ കഴിയാത്തതിന് തങ്ങളെ വെറുതെ പഴിക്കുകയാണെന്നാണ് അഫ്ഗാൻ സർക്കാരിന്റെ വാദം.